വീട്ടിലിരുന്നുകൊണ്ട് തന്നെ തയ്ക്കുമ്പോൾ എങ്ങനെയാണ് അത്യാവശ്യം നല്ല രീതിയിൽ ഓർഡർ കിട്ടുക, അതിന് നമ്മൾ എന്തൊക്കെ ചെയ്യണം, അതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ നമ്മളൊരു ബേസിക് കസ്റ്റമർ സർക്കിൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബേസിക് സർക്കിൾ എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, നമ്മുടെ റിലേറ്റീവ്സ് ആയിരിക്കാം, നമ്മുടെ അയൽക്കാരായിരിക്കാം, ആരെങ്കിലുമൊക്കെ കുറച്ച് പേരെങ്കിലും നമ്മുടെ ബേസിക് സർക്കിളിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ സ്റ്റിച്ചിങ് അല്ലെങ്കിൽ ടൈലറിങ് എന്ന് പറയുന്നത് കൂടുതലും നമ്മുടെ കസ്റ്റമേഴ്സ് തന്നെയായിരിക്കും നമുക്ക് മാർക്കറ്റ് ചെയ്ത് തരിക, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നത് ഓൾറെഡി നമുക്കുള്ള കസ്റ്റമേഴ്സിൻ്റെ ബേസ് ചെയ്തിട്ടായിരിക്കും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ തയ്ച്ച് കൊടുത്ത ഒരു ഡ്രസ്സ് അത് അവരെന്തെങ്കിലും ഒരു ഫംഗ്ഷനോ കാര്യത്തിനോ വേണ്ടിയിട്ട് വെയർ ചെയ്യാണ്. ഒന്നോ രണ്ടോ പേരായിരിക്കും ചിലപ്പോൾ അതിനെക്കുറിച്ച് എൻക്വയറി ചെയ്യുന്നുണ്ടാവാം, എവിടെയായിട്ട് തയ്പ്പിച്ചല്ലേ, നല്ല രസമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആരെങ്കിലും ഒരാളെങ്കിലും ചോദിക്കുന്നുണ്ടാവാം. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒരാളിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കോംപ്ലിമെൻറ്റ് കിട്ടുന്നതിന് തുല്യമാണ് എവിടെയാണിത് സ്റ്റിച്ച് ചെയ്യിച്ചതെന്നൊക്കെ ചോദിക്കുന്നത്. വേറൊന്നുമല്ല, നന്നായിട്ട് ഒരുങ്ങിയിട്ടുണ്ട്, നന്നായിട്ട് ഡ്രസ്സപ്പ് ചെയ്തിട്ടുണ്ടെന്ന് അവർക്കൊരു ഫീല് കിട്ടുക എന്ന് പറയുന്നത് തന്നെ നല്ലൊരു കാര്യമല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരാൾ വന്ന് ചോദിക്കുമ്പോഴത്തേന് അവരെന്തായാലും അത് പറയും. അല്ലെങ്കിൽ കൂടെ അവർക്കത് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരവരുടെ ഫ്രണ്ട്സിനും അവരുടെ റിലേറ്റീവ്സിനും അവർക്കറിയാമെന്നുള്ളവർക്കൊക്കെ അവരത് റെഫർ ചെയ്യും. ഇന്നടുത്ത് ഞാൻ ചെയ്യിച്ചു, നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കാര്യം നമ്മൾ മറക്കരുത്, നന്നായിട്ട് തന്നെ ചെയ്തു കൊടുത്തെങ്കിലേ ഈ പറയുന്ന സംഗതി നടക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ പുറത്തേക്ക് തയ്ച്ച് കൊടുക്കാമെന്ന് തീരുമാനിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരു പ്രൈസ് ചാർട്ട് നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുക. അല്ലെന്നുണ്ടെങ്കിൽ കസ്റ്റമർ വന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ബപ്പപ്പ ആയി പോകരുതല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു എമൗണ്ട് നിങ്ങളൊന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്കുക. പിന്നെ ചിലർ എന്നോട് പറയുന്നത് കേട്ടിട്ടുണ്ട്, അതായത് നന്നായിട്ട് തന്നെ തയ്ക്കും, പക്ഷേ എത്രയൊക്കെ ശ്രമിച്ചിട്ട് ഓർഡേഴ്സ് കിട്ടുന്നില്ല എന്നുള്ളത്. എന്നിട്ട് അവർ തന്നെ പറയും, ഞാനൊരാൾ ഇവിടെ ഇരുന്ന് തയ്ക്കുന്നുണ്ട് എന്നുള്ളത് ആർക്കും അറിയുന്നില്ലെന്നാണ് തോന്നുന്നതെന്ന്. അപ്പോൾ അതാണ് മെയിൻ പ്രശ്നം. അതായത് നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ മുറിയിൽ നിങ്ങളിരുന്ന് തയ്ക്കുന്നത് നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ളവർക്ക് ആർക്കും അറിയുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ അവരെ നമുക്ക് എന്തൊക്കെ മാർഗത്തിലൂടെ അത് അറിയിക്കാം എന്നുള്ളതൊന്ന് നോക്കാം. ഏറ്റവും ആദ്യം തന്നെ നമ്മൾ വേണം നമ്മുടെ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ചിലരെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടായിരിക്കും, അങ്ങോട്ട് പോയി ചെന്ന് ഓർഡർ ചോദിക്കരുത്. ഒരു പരിധി വരെ അത് ശരിയാണ്. അപ്പോൾ ഡയറക്റ്റായിട്ട് നമ്മൾ ഓർഡർ തരാൻ പറയാതെ, അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യിക്കാൻ തരാൻ പറയാതെ കണ്ട് നമ്മളോടൊക്കെ ആൾക്കാർ സംസാരിക്കുമ്പോൾ ചോദിക്കില്ലേ എന്താ ചെയ്യാന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ പറയുക, ഇതുപോലെ ഞാൻ വീട്ടിലിരുന്ന് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. പേഴ്സണലായിട്ട് എന്നോട് ആൾക്കാരൊക്കെ വിളിച്ച് ചോദിക്കുമ്പോഴത്തേനും ഞാൻ പറയാറുണ്ട്, മെയിനായിട്ടൊരു കാര്യം, എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻസോ ഇവൻറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മാക്സിമം അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ഒരുപാട് പേരുമായിട്ട് നമുക്ക് കോൺടാക്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ആൾക്കാർ ചോദിക്കും എന്താ ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ അവരോട് പറയുക. കുറച്ച് നാൾ മുന്നേ എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് ഞാനായിരുന്നു അവളുടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് പേരോടൊക്കെ അവൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ സൂര്യയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത്. കല്യാണത്തിൻ്റെ സമയത്ത് ഞാനും വെഡ്ഡിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ സംഭവിച്ചെന്നാൽ, ഓൾറെഡി കുറച്ച് പേർക്ക് അറിയാമല്ലോ, അവരെന്നോട് വന്നിട്ട് ചോദിക്കും, സൂര്യ ആയിരുന്നല്ലേ ചെയ്തത്, ഓക്കെ നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. അപ്പോൾ ഇത് കേട്ട കുറച്ച് പേരുണ്ടായിരുന്നു, ഡയറക്റ്റായിട്ട് വന്ന് ചോദിച്ചവരും ഉണ്ട്, കേട്ടിരുന്ന കുറച്ച് പേരും ഉണ്ടായിരുന്നു. ഈ കേട്ടിരുന്ന കുറച്ച് പേര് പിന്നീട് എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇന്ന പോലെ കല്യാണത്തിന് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് തയ്ക്കാൻ വേണ്ടി കൊണ്ടുവന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മാക്സിമം അങ്ങനെയുള്ള സിറ്റുവേഷൻസൊക്കെ കളയാതെ നോക്കാം. പിന്നെ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബോർഡ് വെക്കുക എന്നുള്ളതാണ്. ബോർഡ് വെച്ചാൽ തന്നെ ആ ലൊക്കാലിറ്റിയിലുള്ള കുറച്ച് പേർക്കെങ്കിലും ഒക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ള വിവരം അറിയാൻ പറ്റും. പിന്നെ നമുക്ക് കോമൺ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പത്രത്തിൻ്റെ ഒക്കെ കൂടെ നോട്ടീസ് നമുക്ക് കിട്ടാറില്ലേ എന്ന് പറയുന്ന പോലെ നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസും നമ്മുടെ ഒരു വർക്കിൻ്റെ നല്ലൊരു ഫോട്ടോയൊക്കെ വെച്ചിട്ട് ഒരു നോട്ടീസ് ചെയ്തിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ടെന്നുള്ള വിവരം പറഞ്ഞുകൊണ്ടുള്ള ഒരു ചെറിയൊരു നോട്ടീസ് പത്രത്തിൻ്റെ ഒക്കെ കൂടെ നമ്മൾ വീടുകളിലേക്ക് എത്തിക്കുക. അതാകുമ്പോൾ നമ്മുടെ ലൊക്കേഷനിൽ അടുത്തുള്ള എല്ലാവരിലേക്കും ഈ ഒരു സംഭവം എത്തും. അപ്പോൾ നമ്മൾ നമ്മുടെ ലൊക്കേഷനിൽ കടന്ന് കളിച്ചല്ലോ, ഇനി നമുക്ക് നാടോടുമ്പോൾ നടുവേ ഓടാന്ന് പറയുന്ന പോലെ കുറച്ചുകൂടെ മോഡേൺ ആയിട്ട് ചിന്തിക്കാം. ഇപ്പോഴുണ്ടല്ലോ കൂടുതലും ഈ തയ്ക്കാൻ വേണ്ടി വീട്ടിൽ വരുന്നതിനേക്കാളും ഫോണിൽ കൂടെ ആക്സസ് ഉള്ളതുകൊണ്ട് കൂടുതൽ പേര് ഓൺലൈൻ കസ്റ്റമൈസേഷനാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഓൺലൈൻ കസ്റ്റമൈസേഷനകത്ത് അതിൻ്റെതായ പോരായ്മകളും ഉണ്ട് കേട്ടോ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഈ പറയുന്ന മെഷർമെൻറ്റിൻ്റെ കാര്യമാണ്.
വേറൊന്നുമല്ല, നമുക്ക് നമ്മുടേതായ ഒരു രീതി ഉണ്ടായിരിക്കുമല്ലോ മെഷർമെൻ്റ് എടുക്കുന്നതും, അത് വെച്ചായിരിക്കുമല്ലോ നമ്മൾ ബാക്കിയുള്ള പ്രോസസ്സ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇത് ആദ്യമായിട്ടല്ലെങ്കിൽ ടേപ്പ് എടുക്കുന്ന ഒരാളെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടി വരും. ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, അല്ലെ ഇങ്ങനെ നിൽക്കുക, അങ്ങനെ നിൽക്കുക, ഇന്ന പോലെ മെഷർമെൻറ്റ് പിടിക്കണം എന്നൊക്കെ ഉള്ള ഒരു ബേസിക് സംഗതികൾ. ഇതൊരു ചെറിയ ടാസ്ക് തന്നെയാണ് കേട്ടോ. ഇതൊന്ന് കൈകാര്യം ചെയ്തെടുത്ത് വന്നെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ ഓൺലൈൻ കസ്റ്റമൈസേഷൻ കുറച്ചും കൂടെയൊക്കെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഓൺലൈൻ ഓർഡേഴ്സ് എടുക്കാൻ പല വഴികളുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളതൊരു ഏകദേശം ഒരു ധാരണ ഞാൻ തരാം. നമുക്ക് ആദ്യം തന്നെ വാട്സാപ്പിൽ നമ്മുടെ ബിസിനസ് അക്കൗണ്ടാക്കി ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് ഇതിനകത്ത് കുറച്ച് കാറ്റലോഗ്സ്, അതായത് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള വർക്കുകളൊക്കെ പറഞ്ഞിട്ട് ഒരു കാറ്റലോഗ് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്തിടാം. അതാകുമ്പോൾ ഡയറക്റ്റായിട്ട് നമ്മുടെ വാട്സപ്പ് ത്രൂ കോൺടാക്റ്റ് ചെയ്യുന്നവർക്ക് ഈസി ആയിട്ട് അത് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന വർക്കുകൾ അവർക്ക് കാണാം, ഇഷ്ടപ്പെടുവാണെങ്കിൽ ഓർഡർ തരാം. അപ്പം നമ്മൾ മാക്സിമം നമ്പർ ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ യൂസ് ചെയ്യാറുള്ളത് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, ഇങ്ങനെയുള്ള എല്ലാവിധ പ്ലാറ്റ്ഫോമും മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ഇതൊക്കെ പറഞ്ഞപ്പോഴത്തേനെ അവൾ പറഞ്ഞതാണ്, എടി എനിക്ക് ഭയങ്കര ചമ്മല, ആൾക്കാരൊക്കെ എന്ത് വിചാരിക്കും എന്നുള്ളതാണ്. ആൾക്കാരെന്ത് വിചാരിക്കാൻ, അവർക്കൊക്കെ വിചാരിക്കാൻ 100,000 കാര്യങ്ങളുണ്ട്. നമ്മുടെ കാര്യം മാത്രമല്ല അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക, ബാക്കിയുള്ളതൊക്കെ പുറകെ വരും. അപ്പം ഫേസ്ബുക്കിലൊരു പേജ് സ്റ്റാർട്ട് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിലൊരു പേജ് സ്റ്റാർട്ട് ചെയ്യുക, യൂട്യൂബിലും ഒരു പേജ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇതൊന്നും അല്ലാതെ വേറെയും പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിലുമൊക്കെ പേജ് സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങളുടേതായ വർക്കുകൾ അതിൽ പോസ്റ്റ് ചെയ്യുക, റെഗുലറായിട്ട് തന്നെ പോസ്റ്റ് ചെയ്യുക. ഒരിടയ്ക്കൊക്കെ ഞാൻ ഈ ഇൻസ്റ്റഗ്രാം ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ഒരാളായിരുന്നു. പക്ഷേ യൂട്യൂബ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇൻസ്റ്റാഗ്രാം എനിക്ക് നോക്കാൻ പോലും പറ്റിയിട്ടില്ല. എനിക്കിങ്ങനെ രണ്ടിടത്തും ഒരേപോലെ കോൺസെൻട്രേഷൻ കൊടുക്കാൻ പറ്റത്തില്ല. അപ്പം ഞാനോർത്ത് യൂട്യൂബിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാം എന്നുള്ള പോലെയാണ് നിൽക്കുന്നത്. റാൻഡമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ അതും ഇതൊക്കെ ചെയ്യും, എന്നാലും യൂട്യൂബാണ് ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം. അപ്പോൾ പേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് മാത്രമല്ല കേട്ടോ, റെഗുലറായിട്ട് കണ്ടൻറ് ഇടുന്നതും ഒരു കാര്യം തന്നെയാണ് ഈ പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെല്ലാം. കാരണം നമ്മളൊരു ചെറിയ ബ്രേക്ക് എടുക്കുമ്പോൾ പോലും അത് നല്ലോണം ആ പേജിനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ കഴിയേണ്ട പരമാവധി നിങ്ങൾക്ക് റെഗുലറായിട്ട് പോസ്റ്റ് ചെയ്യാൻ പാകത്തിന് നിങ്ങൾ സജ്ജമായിട്ട് വേണം ഇതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ ഈ പ്ലാറ്റ്ഫോമൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നല്ലൊരു പേര്, അത്യാവശ്യം ആൾക്കാർക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന പോലെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു പേര് ഫിക്സ് ചെയ്തിട്ട് വേണം ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മുടെ പേജിൻ്റെ പേര് മുല്ലയ്ക്കൽ ടൈലർ ബേർഡ് എന്നുള്ളതാണ്. അപ്പോൾ മുല്ലയ്ക്കൽ എന്നുള്ള പേരെന്ന് പറയുന്നത് ഞങ്ങളുടെ വീട്ടുപേരാണ്. അപ്പോൾ കുറേ പേർക്കൊക്കെ അറിയാം ആലപ്പുഴയിലൊരു മുല്ലയ്ക്കലുണ്ട്. പക്ഷെ എനിക്കത് അറിയത്തില്ലായിരുന്നു കേട്ടോ. ആൾക്കാരൊക്കെ ആലപ്പുഴയിലെ മുല്ലയ്ക്കലാണോ എന്ന് ചോദിക്കുമ്പോഴാണ് ആലപ്പുഴയിലൊരു മുല്ലയ്ക്കലുണ്ട് എന്നുള്ളത് ഞാൻ അറിയുന്നത്. പിന്നെ ടൈലർ ബേർഡ് എന്നുള്ള പേര് എങ്ങനെയൊക്കെയോ എൻ്റെ ലൈഫിലേക്ക് വന്നതാണ് കേട്ടോ. ആ പേര് ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. പിന്നെ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ കൂട്ടുകാരൊക്കെ എന്നെ വിളിക്കാൻ തുടങ്ങിയത് തയ്യൽ പക്ഷി എന്നുള്ള പേരിലാണ്. അപ്പോൾ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, നല്ലൊരു പേര് കണ്ടുപിടിച്ച് വെക്കുക എന്നുള്ളതാണ് കേട്ടോ. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് നമ്മൾ ഗൂഗിൾ ബിസിനസ്സിലൊരു അക്കൗണ്ട് രജിസ്റ്റർ ചെയ്തെടുക്കുക എന്നുള്ളത്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഇപ്പോൾ ഓൺലൈൻ രീതിയിലാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മളാണെങ്കിലും ബെസ്റ്റ് ടൈലറിങ് ഷോപ്പ് നിയർ ബൈ മീ എന്നും പറഞ്ഞ് നമ്മളൊന്ന് സെർച്ച് ചെയ്യുമ്പോഴത്തേനും നമുക്ക് അടുത്തുള്ള ഗൂഗിളിലൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മാപ്പിൽ അത്യാവശ്യം റിവ്യൂ ഒക്കെ ഉള്ള ഷോപ്പുകൾ സജഷനായിട്ട് വരും. പിന്നെ അതിന് അത്യാവശ്യം റിവ്യൂവും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. നമുക്ക് അറിയാൻ പറ്റത്തില്ല, നമ്മൾ വിചാരിക്കും ആരും അങ്ങനെയൊന്നും സെർച്ച് ചെയ്യാൻ പോകുന്നില്ലല്ലേ, നമ്മുടേതൊന്നും ആരും നോക്കാൻ പോകുന്നില്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, കുറച്ച് പേരെങ്കിലും അതൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ഇതിലെല്ലാം നമ്മൾ നല്ലോണം ആക്റ്റീവായിട്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ് മെയിൻ കാര്യം. അപ്പോൾ എപ്പോഴും നമ്മളിങ്ങനെ ചുറ്റുവട്ടത്തെ ആൾക്കാരെ മാത്രം നോക്കി സ്റ്റക്കായി നിൽക്കാതെ കുറച്ചുകൂടെ പ്രോഗ്രസീവായിട്ട് നമ്മൾ പറയുന്ന പോലെ കാലത്തിനൊത്തോടുക. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഓൾറെഡി ഉള്ള കസ്റ്റമേഴ്സ് ആയിരിക്കും നമ്മുടെ മെയിൻ മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അവർക്കൊക്കെ നമ്മൾ താങ്ക് യു കാർഡിനേക്കാൾ ഉപരിയായിട്ട്
എന്തെങ്കിലും ചെറിയ ചെറിയ ഗിഫ്റ്റുകൾ ഓരോ പ്രാവശ്യമോ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ഒരു ഓർഡറിൻ്റെ ഇടയിലൊക്കെ നിങ്ങൾക്ക് ഗിഫ്റ്റ് പോലെയൊക്കെ കൊടുക്കാം. അത് നല്ലൊരു റിസൾട്ടായിരിക്കും തരാൻ പോകുന്നത്. വലിയ വലിയ ഗിഫ്റ്റൊന്നുമല്ല, ചെറിയ സ്ക്രഞ്ചീസോ ഒരു ചെറിയ കമ്മലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒരു ചെറിയ സന്തോഷം ഫീൽ ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. നല്ലൊരു ബോണ്ടിങ് കസ്റ്റമറുമായിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അതേപോലെ ചില ആൾക്കാരുമായിട്ട് നമുക്ക് ഒത്തുപോകാൻ വലിയ പാടായിരിക്കും. അങ്ങനെയുള്ളവരുമായിട്ട് നമ്മൾ അധികം അഡ്ജസ്റ്റ്മെൻറ്റിനൊന്നും നിൽക്കാതെ കണ്ട് തുടക്കത്തിലേ ഒഴിവാക്കാം. അതുതന്നെയായിരിക്കും അവർക്കും നല്ലത്, നമുക്കും നല്ലത്. അപ്പോൾ നിങ്ങളുടെ സൈഡിൽ നിന്ന് തോന്നുന്ന ഐഡിയാസ്, അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുക. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ടൈലറിങ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റ് കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വേഗം വരാം. അതുവരേക്കും ടാറ്റാ.